അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എമർജൻസിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസ്പോൺസ്. അപ്പോൾ അതായത് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ റെസ്പോൺസുകൾ എന്തൊക്കെയാണെന്നൊക്കെ. The government reaction was unexpected. It declared that there was a threat of internal disturbance and invoking Article 352 of the Constitution, it declared a state emergency. അപ്പോൾ എന്ത് ചെയ്തു? ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൻ്റെ ഫലമായിട്ട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് 1975 എന്ത് ചെയ്യുന്നതാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം, ആർട്ടിക്കിൾ 352, 360, 356 ആണല്ലോ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള 3 കാരണങ്ങൾ. അതിൽ ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് ചെയ്തു? എമർജൻസി പ്രഖ്യാപിക്കുകയാണ്. ആർട്ടിക്കിൾ 352 പ്രൊവൈഡ് ഫോർ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഓൺ ഗ്രൗണ്ട് ഓഫ് എക്സ്റ്റേണൽ ത്രീറ്റ് ഓർ ത്രീറ്റ് ഓഫ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. ടെക്നിക്കലി ദ ഗവൺമെൻറ് കുഡ് ഡു ഇറ്റ്. അപ്പോൾ അത് പ്രകാരം പ്രഖ്യാപിച്ചു. വൺസ് ഡിക്ലയർഡ് ദ എമർജൻസി സസ്പെൻഡ് ഓൾ ഫെഡറൽ പവേഴ്സ് ആൻഡ് കോൺസെൻട്രേറ്റ്സ് എവറിത്തിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ എമർജൻസി പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും അണ്ടർ ഗവൺമെൻറ് കൺട്രോളിലായിരിക്കും അല്ലേ. അതായത് ഈവൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരെ എന്ത് ചെയ്യും? ആ സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും. Moreover, the government could curtail or restrict all or any of fundamental rights during the emergency. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സസ്പെൻഡ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ് എന്ത്? ഡ്യൂറിങ് എമർജൻസി. During an emergency, no normal democratic politics can function. The central government is vested with special powers during an emergency. അതായത് സാധാരണ പോലെ നടക്കാനുള്ള ജനാധിപത്യപരമായിട്ട് നടക്കുന്ന സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഒരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഫങ്ഷൻ ചെയ്യില്ല. സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. ഗവൺമെൻറ് ചില റൂൾസും റെഗുലേഷൻസൊക്കെ ആ സമയത്ത് ഇറക്കും. അത് പ്രകാരമായിരിക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. On the recommendation of the Prime Minister, the President Fakhruddin Ali Ahmad imposed emergency on 25th June 1975. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഓർഡർ പ്രകാരം അന്നത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആണ് ജൂൺ 25, 1975 എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആരായിരുന്നു? ഫഖറുദ്ദീൻ അലി അഹമ്മദ്. Soon after the proclamation, power connection to all newspapers office was suspended or snapped. അപ്പോൾ എന്ത് ചെയ്തു? പത്രമാധ്യമങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? വിലക്ക് ഏർപ്പെടുത്തി. ലീഡേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓഫ് ദ ഒപ്പോസിഷൻ പാർട്ടീസ് വെർ അറസ്റ്റഡ് ഇൻ ലാർജ് നമ്പേഴ്സ്. ദ ക്യാബിനറ്റ് വാസ് ഇൻഫോംഡ് ഓഫ് ദ ഹാപ്പനിങ്സ് ഓൺലി ഡ്യൂറിങ് ദ സ്പെഷ്യൽ ക്യാബിനറ്റ് മീറ്റിംഗ് അറ്റ് 6 AM on 26th June. അപ്പോൾ ഈ ക്യാബിനറ്റിനെ വരെ എന്ത് ചെയ്തു? ഈ എമർജൻസിയെ പറ്റി മന്ത്രിസഭാ ക്യാബിനറ്റ് ഇല്ലേ, അതിൻ്റെ ഗ്രൂപ്പിന് വരെ എമർജൻസിയെ പറ്റി വിവരം അറിയിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 26 ജൂൺ 6 AM ഈ വിവരം മന്ത്രിസഭ അറിഞ്ഞത് തന്നെ. അതായത് പ്രധാനമന്ത്രി നേരിട്ട് പ്രസിഡൻറ്റിനോട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് എമർജൻസി പ്രഖ്യാപിക്കാൻ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ക്യാബിനറ്റ് പോലും ഇത് അറിഞ്ഞതെന്നർത്ഥം. ഇനി കോൺസിക്വൻസസ്, ഇതിൻ്റെ ഒരു പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് ദ പ്രസ് വാസ് സസ്പെൻഡഡ്. ന്യൂസ് പേപ്പേഴ്സ് ഹാഡ് ടു ഗെറ്റ് പ്രിയർ അപ്രൂവൽ ഫോർ ഓൾ മെറ്റീരിയൽ ടു ബി പബ്ലിഷ്ഡ്. അപ്പോൾ എന്ത് ചെയ്തു? പ്രസ്സൊക്കെ സസ്പെൻഡ് ചെയ്ത് ന്യൂസ് പേഴ്സ്, അതായത് ഓരോ പ്രസ്സിനും, അതായത് പത്രമാധ്യമങ്ങൾക്ക് അവർ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് പബ്ലിഷ് ചെയ്യാൻ പറ്റുക, പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് എന്ന കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ അപ്രൂവൽ നേടിക്കൊടുക്കേണ്ടത്. കാരണം ഗവൺമെൻറ്റിനെതിരായ ഒരു വാർത്തയും എന്ത് ചെയ്യാൻ പാടില്ല, പ്രസിദ്ധീകരിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന കണ്ടീഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ഫിയറിംഗ് കമ്മ്യൂണൽ ഡിസ്ഹാർമണി, ദ ഗവൺമെൻറ് ബാൻഡ് RSS ആൻഡ് ജമാഅത്തെ ഇസ്ലാമി.
അപ്പോൾ അതായത് കമ്മ്യൂണൽ ഹാർമണി, അപ്പോൾ കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടായിട്ട്, അതായത് സാമുദായികമായിട്ടുള്ള കലഹങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഗവൺമെൻറ് RSSനെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയൊക്കെ നിരോധിച്ചു. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വാസ് റിസോർട്ടഡ് ടു in all walks of life. Large scale arrests took place in different parts of the country. അപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കരുതൽ തടങ്കലിൽ വെക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അപ്പം ഇതിങ്ങ് കൂടി വരുന്ന വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് രാജ്യം നീങ്ങും എന്നത് ഭയന്നുകൊണ്ട് എന്ത് ചെയ്തു, പല നേതാക്കന്മാരെയും കരുതൽ തടങ്കലിൽ വെച്ചു. പൊളിറ്റിക്കൽ വർക്കേഴ്സ് കുഡ് ചേഞ്ച് ദെയർ അറസ്റ്റ് ത്രൂ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ. അപ്പോൾ എന്ത് ചെയ്തു, ചലഞ്ച് ദെയർ അറസ്റ്റ് ത്രൂ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ, അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ അവരുടെ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ഓക്കെ, ബട്ട് ഇൻ April 1976, the Supreme Court, the Constitutional Bench overruled the High Courts and accept the government stand. അതായത് 1976 ഏപ്രിലിൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയുടെ ഒരു വിധി വരികയും അത് ആക്സെപ്റ്റഡ് ദ ഗവൺമെൻറ് സ്റ്റാൻഡ്, ഗവൺമെൻറ് എടുത്ത തീരുമാനത്തെ അത് അനുകൂലിക്കുകയാണ് ചെയ്തത്. അതായത് എന്താ തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മീൻ ദാറ്റ് ദ ഗവൺമെൻറ് ഡ്യൂറിങ് എമർജൻസി കുഡ് ടേക്ക് അവേ ദ സിറ്റിസൺസ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാണ്, സസ്പെൻഡ് ചെയ്യപ്പെടുകയാണല്ലോ എമർജൻസീൻ്റെ ടൈമിൽ ഗവൺമെൻറ്. അപ്പം അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്ന ആ ഹർജി എന്ത് ചെയ്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അപ്പോൾ സുപ്രീം കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് അതിന് വിധി പറഞ്ഞത്. അതായത് എമർജൻസി പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി അത് അവർ അംഗീകരിച്ചോ ചെയ്യണം എന്നുള്ളത്. ദിസ് കോൺട്രവേഴ്സ്യൽ ജഡ്ജ്മെൻറ്റ് ക്ലോസ്ഡ് ഓൾ ഡോർസ് ഓഫ് ദ ജുഡീഷ്യറി ഫോർ റിഡ്രസൽ ഓഫ് ദ grievances. Many political workers who were not arrested in the first round went underground and organized protests against the government. അപ്പോൾ എന്ത് ചെയ്തു, കുറേ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല, അവരെന്ത് ചെയ്തു, ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭങ്ങളും സമരമുറകളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, The Parliament brought in many new changes to the Constitution. അതായത് ഈ സമയത്ത് പാർലമെൻറ്റ് ഭരണഘടനാ തലത്തിൽ പല ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. ഇൻ കണക്ഷൻ വിത്ത് ദ ഇന്ദിരാഗാന്ധി കേസ് ഇൻ അലഹബാദ് ഹൈക്കോർട്ട്, ദ അമെൻമെൻറ്റ്സ് വേർ മെയ്ഡ്. അപ്പോൾ അലഹബാദ് കോടതിയിൽ ഇന്ദിരാഗാന്ധിയുടെ കേസ് നടന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അമെൻമെൻറ്റ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതായത് ഇലക്ഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് കുഡ് നോട്ട് ബി ചലഞ്ചഡ് ഇൻ ദ കോർട്ട്. അതായത് പ്രധാനമന്ത്രിയുടെയോ അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻറ്റിൻ്റെയോ ഇലക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതി മുഖേന ചോദ്യം ചെയ്യപ്പെടാൻ അധികാരമില്ല എന്ന ഒരു അമെൻമെൻറ്റ് എന്ത് ചെയ്തു, അന്ന് ഇറക്കി. Through 42nd Amendment, the duration of the legislature was extended from 5 to 6 years. അതായത് 42ാം അമെൻമെൻറ്റ് പ്രകാരം ഒരു ലെജിസ്ലേറ്ററുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതും ആ സമയത്ത്, അതായത് എമർജൻസിയുടെ പീരീഡിൽ ഉണ്ടാക്കിയ ഒരു അമെൻമെൻറ്റാണ്, ഒരു ഭേദഗതിയാണ്. ഡ്യൂറിങ് എമർജൻസി ഇലക്ഷൻ കുഡ് ബി പോസ്റ്റ്പോൺഡ് ബൈ 1 year. അപ്പോൾ എമർജൻസിയുടെ പീരീഡിൽ ഇലക്ഷൻ പോസ്റ്റ്പോണ്ട് ഉപേക്ഷിക്കാം ബൈ 1 year, ഒരു വർഷത്തോളം ഇലക്ഷൻ നീട്ടി വെച്ചിട്ട് പിന്നെ നടത്താം. ഇതൊക്കെ പാർലമെൻറ്റ് ആ സമയത്തെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ആ എമർജൻസിയുടെ പീരീഡിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പറയാം കോൺട്രവേഴ്സീസ് അബൌട്ട് എമർജൻസി. അതായത് എമർജൻസിയെ സംബന്ധിച്ച്, അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പല വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ദ എമർജൻസി, ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ എപ്പിസോഡ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും ഒരു വിവാദപരമായിട്ടുള്ള ഒരു അധ്യായമാണ് എന്ത്, എമർജൻസി എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അത്ര വിവാദപരമാവാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യൂസിങ് ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഗവൺമെൻറ് സസ്പെൻഡഡ് ദ ഡെമോക്രാറ്റിക് ഫങ്ഷൻ ഓഫ് ദ കൺട്രി. അപ്പോൾ അതായത് ഈ എമർജൻസിയുടെ സമയത്ത് എന്ത് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത്, ദ ഡെമോക്രാറ്റിക് ഫങ്ഷൻ ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നുണ്ട്, അത് തടഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ. ദ ഷാ കമ്മീഷൻ ഹൂ ലുക്ക്ഡ് ഇൻ ടു ദ കോൺട്രവേഴ്സ്യൽ മെഷേഴ്സ് ടേക്കൺ ഡ്യൂറിങ് ദ എമർജൻസി came out with a list of excesses committed during the period. അപ്പോൾ ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നു, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായ ഈ എമർജൻസിയുടെ കാലത്തുണ്ടായ പലതരത്തിലുള്ള വിവാദപരമായ തീരുമാനങ്ങളെക്കുറിച്ചും അന്ന് നടന്ന പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം വന്ന ജനതാ ഗവൺമെൻറ് നിയോഗിച്ചൊരു കമ്മീഷനാണ് ആര്, ഷാ കമ്മീഷൻ. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അന്ന് നടന്ന പല ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് എക്സസസ് എന്ന് പറയാം. എക്സസസ് എന്താണ്, എക്സസ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. The different aspect that led to the emergency, what lesson we have learned from the emergency. അപ്പം അതൊക്കെ എന്തൊക്കെ നമ്മൾ ശരിക്കും എമർജൻസി എന്നൊരു കാര്യം നടപ്പിലാക്കിയത് കൊണ്ട് എന്ത് നേട്ടമാണ് രാജ്യത്തിന് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ഉണ്ടായത്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ ഒരു എമർജൻസിയുമായി ബന്ധപ്പെട്ട വിവാദപരമായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് എമർജൻസി, അതായത് എമർജൻസിയെ സപ്പോർട്ട് ചെയ്യുക, അതായത് എമർജൻസി സംഭവിച്ചു, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു എമർജൻസി രാജ്യത്ത് സംഭവിച്ചത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, അതിൻ്റെ ആവശ്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ഗവൺമെൻറ് ഇൻ 1975 സെഡ് ടു മെനി അഗിറ്റേഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് ആർ നോട്ട് ഗുഡ് ഫോർ ഡെമോക്രസി. അതായത് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ, ഗവൺമെൻറ് ആണല്ലോ ഇപ്പോൾ എമർജൻസി ഉണ്ടാക്കിയത്, അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ സമരമുറകളൊക്കെ നോട്ട് ഗുഡ് ഫോർ ദ ഡെമോക്രസി, ജനാധിപത്യത്തിന് യോജിച്ചതല്ല, അത് ഗവൺമെൻറ്റിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കും. Mrs. Gandhi's supporters said that extra parliamentary politics would target the government, റിസൾട്ടിങ് ദ ഇൻസ്റ്റബിലിറ്റി. അതായത് പാർലമെൻറ്റിന് പുറത്ത് എന്ത് ചെയ്യുന്നത് കുറേ രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനകളും ഒക്കെ നടന്നു. അതൊക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ അസന്തുലിതമായിട്ടുള്ള നിലനിൽപ്പിലേക്കൊക്കെ നയിച്ചു. അതാണ് പറയുന്നത്. ആസ് മിസ്സിസ് ഗാന്ധിസ് ഹെർസെൽഫ് ടോൾഡ് ഷാ കമ്മീഷൻ, subversive forces were obstructing the progressive programs of the ruling government through extra constitutional means. അപ്പോൾ അതായത് അട്ടിമറി ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് സബ്വേഴ്സീവ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടിമറിയുമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ പുരോഗമനമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ത്രൂ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയ്ക്ക് അതിൽ നിന്നും ഒക്കെ വിഭിന്നമായിട്ട് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടെന്ന് ഇന്ദിരാഗാന്ധി ഷാ കമ്മീഷൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഈ എമർജൻസിക്ക് കാരണമായതെന്ന് അവർ പറയുന്നത്. ഇനി ദ CPI സപ്പോർട്ടഡ് ദ കോൺഗ്രസ് ഡ്യൂറിങ് ദ എമർജൻസി. അതായത് എമർജൻസിയുടെ സമയത്ത് CPI ഉണ്ടല്ലോ, അത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ദേ ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് ആൻ ഇൻ്റർനാഷണൽ അറ്റംപ്റ്റ് ടു ഡിസ്ട്രോയ് ദ യൂണിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ CPI എന്തുകൊണ്ടാണ് എമർജൻസിയാണ് സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കാഴ്ചപ്പാടിൽ എന്ത് ചെയ്തു,
ഈ ഏകതാ സ്വഭാവം അല്ലെങ്കിൽ ഇന്ത്യയുടെ യൂണിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ തലത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ എമർജൻസി, ഈ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് എന്ന ധാരണയിൽ എന്നവർ കരുതിയിട്ട് അവരെന്ത് ചെയ്തു, കോൺഗ്രസ്സിനെ അന്ന് പിന്തുണച്ചിരുന്നു അടിയന്തരാവസ്ഥയൊക്കെ. So, restrictions through the emergency had to be imposed on the people. The Communist Party of India said that the agitation led by Jayaprakash Narayan were mainly organized by the middle classes who did not like the radical policies of the Congress Party. Okay, but after the emergency, the CPI admitted that they had been wrong in their assessment. It was an error they confessed. അതായത് എമർജൻസിന് ശേഷം അവർ എന്ത് ചെയ്തു, ആ CPI തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്തത് ഒരു തെറ്റായിട്ടുണ്ട്. അതിലവരെന്ത് ചെയ്തിട്ടുണ്ട്, പശ്ചാത്തപിച്ചിട്ടുണ്ട്. കാരണം അവർ കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നില്ല എന്നാണ് പിന്നെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് എമർജൻസി. അതായത് എമർജൻസിക്ക് എതിരായിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് മറ്റേത് എമർജൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ, ഇനി എമർജൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ദ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് എമർജൻസി ആർ ഇന്ത്യ ഹാഡ് ഓഫർ റെഫേർഡ് ടു പോപ്പുലർ സ്ട്രഗിൾ ഇൻ ദ പാസ്റ്റ്. അപ്പോൾ അതായത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സുദീർഘമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഉണ്ട് അല്ലേ. അന്നൊന്നും എന്തില്ല, ഒരു അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, ഒരു എമർജൻസീൻ്റെ ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇതിനേക്കാളും വലിയ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. Many leaders, including Jayaprakash Narayan, said that the people had a right to protest. അതായത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ആണല്ലോ, അതായത് ജനങ്ങളുടെ സമരമൊക്കെ ശക്തമായപ്പോൾ. അപ്പം ജയപ്രകാശ് നാരായണനെ പോലുള്ള ആളുകൾ പറഞ്ഞെന്താണ്, ജനങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ, ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സമരം, അതായത് സമരമുറകൾ സംഘടിപ്പിക്കാൻ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരമുറകൾ സംഘടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇൻ ബീഹാർ ആൻഡ് ഗുജറാത്ത് ദ പ്രൊട്ടസ്റ്റ് വേർ പീസ്ഫുൾ ആൻഡ് നോൺ വയലൻറ്റ്. അതുപോലെ തന്നെ ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ടായ ആ സമരങ്ങളൊക്കെ സമാധാനപൂർണവും അതുപോലെ തന്നെ അഹിംസാത്മകമായ രീതിയിലൊക്കെ ആയിരുന്നു. When the government authorities arrested the leaders of the agitation, no cases were registered against them. അതായത് അവരെ അറസ്റ്റ് ചെയ്തു, ലീഡേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്തില്ല, ഒരു കേസ് പോലും അവർക്കെതിരെ നിലനിന്നിരുന്നില്ല. അപ്പോൾ അന്യായമായിട്ടാണ് ലീഡേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്തത്. The Home Ministry had not expressed any concern over the law and order situation. അതായത് ആഭ്യന്തര മന്ത്രാലയം, അന്ന് ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അന്നത്തെ ആ അവസ്ഥയെക്കുറിച്ചിട്ട് ഒരു ആശങ്കയൊന്നും എന്തില്ല, പ്രകടിപ്പിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇഫ് ദ അഗിറ്റേഷൻ ഹാഡ് ക്രോസ്ഡ് ദ ലിമിറ്റ് ദ ഗവൺമെൻറ് ഹാഡ് റൂട്ടീൻ പവേഴ്സ് ടു കണ്ടെയ്ൻ ദം. അതായത് ഇപ്പോൾ ആ സമയത്ത് ഈ അതിക്രമങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പരിധി വിട്ട സമയത്ത് ഗവൺമെൻറ് അതിൻ്റെ പതിവ് അധികാരം പ്രയോഗിച്ചു. അതായത് അവരെ അറസ്റ്റ് ചെയ്യുക, തടങ്കലിലൊക്കെ വെക്കുക, എന്നിട്ട് സമരത്തെ അടിച്ചമർത്തുക, ആ ഒരു പതിവ് രീതി അല്ലാതെ വേറൊന്നും എന്ത് ചെയ്തില്ല, ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയില്ല എന്നൊക്കെയാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഈ എമർജൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറച്ച് ആർഗ്യുമെൻറ്റ്സ്. അപ്പം എമർജൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആർഗ്യുമെൻറ്റ്സും 2 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, എമർജൻസിക്ക് എതിരായിട്ട് പറയുന്ന ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇനി ഷാ കമ്മീഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 1977 അപ്പോൾ ഷാ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത് 1977 ദ ജനതാ പാർട്ടി ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ഓഫ് എൻക്വയറി ഹെഡഡ് ബൈ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായ ഷായുടെ നേതൃത്വത്തിലാണ് ജനതാ ഗവൺമെൻറ്, അതായത് എമർജൻസിക്ക് ശേഷം വന്ന ഗവൺമെൻറ്റാണ് ജനതാ ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന ഗവൺമെൻറ്. അപ്പോൾ അവർ ഒരു കമ്മീഷനെ നിയമിച്ചു, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായ ഷായുടെ നേതൃത്വത്തിൽ.
അതായത് അന്നത്തെ സാഹചര്യങ്ങൾ, അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ ആ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. ദ അലിഗേഷൻസ് ഓഫ് ദ അബ്യൂസ് ഓഫ് അതോറിറ്റി, അതായത് ഗവൺമെൻറ് അതോറിറ്റിക്കെതിരെ പല ആരോപണങ്ങളും അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അത് പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുക, അതായിരുന്നു അവരുടെ ഒരാവശ്യം. രണ്ടാമത്തെ എക്സസസ് ആൻഡ് മാൽ പ്രാക്ടീസസ് കമ്മിറ്റഡ്. എക്സസസ് എന്ന് പറഞ്ഞ ടേം നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് നടന്ന പലതരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ലംഘനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മറ്റ് ഇലക്ഷൻ തലത്തിലുണ്ടായിട്ടുള്ള പല മാൽ പ്രാക്ടീസസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു ഷാ കമ്മീഷൻ്റെ നിയോഗിച്ചത്, ഇത് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ദിരാഗാന്ധി അപ്പിയർഡ് ബിഫോർ ദ കമ്മീഷൻ ബട്ട് റെഫ്യൂസ്ഡ് ടു ആൻസർ എനി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ ഒരു കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരാകുകയും പക്ഷേ ഇവരുടെ ക്വസ്റ്റ്യനൊന്നും അതിനൊരു ആൻസറും കൊടുത്തൊന്നും ചെയ്തില്ല. The central government accepted the findings of the commission, observation and recommendation of the first, second and final reports. അതായത് ഇനി ഷാ കമ്മീഷൻ അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ടൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും സെൻട്രൽ ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഷാ കമ്മീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1975 എമർജൻസി പീരീഡിൽ ഉണ്ടായിരുന്ന അലിഗേഷൻസ് ഓഫ് അബ്യൂസ് ഓഫ് അതോറിറ്റിയും അതുപോലെ തന്നെ എക്സസസ് ആൻഡ് മാൽ പ്രാക്ടീസസ് കമ്മിറ്റഡ് അതൊക്കെ സംഭവിച്ചു. ആ സംഭവിച്ചതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളൊക്കെ പറ്റിയിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ച് എന്തൊക്കെ നിലപാടുകളും എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് നടത്തിയത് അതിനെപ്പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാ കമ്മീഷനെ നിയോഗിച്ചത് 1977. ഓക്കെ, അപ്പോൾ ഇതാണ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് എമർജൻസിയും പറഞ്ഞു, ഷാ കമ്മീഷനും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് ടർക്കുമാൻ ഗേറ്റ് ആൻഡ് ഫൈൻഡിങ്, അതായത് ടർക്കുമാൻ ഗേറ്റ് ആൻഡ് ഫയറിങ്. അതായത് ടർക്കുമാൻ ഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഡൽഹിയിൽ, അവിടെ ഉള്ള ഒരു വെടിവെപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ടർക്കുമാൻ ഗേറ്റ് ആൻഡ് ഫയറിങ് വാസ് എ ഇൻഫേമസ് കേസ് ഓഫ് എ പോലീസ് ഓപ്പറേഷൻ ആൻഡ് police brutality during the emergency when the police shot and killed people protesting against the demolitions of their houses ordered by Indira Gandhi's government in 1976. അതായത് 1976 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഈ ടർക്കുമാൻ ഗേറ്റ് ആ ഡൽഹിയിലെ ആ പ്ലേസിൽ അവിടെ എന്ത് ചെയ്തു, കുറേ വീടുകളുണ്ട്. ആ ചേരി പ്രദേശമാണ്. ആ ചേരി പ്രദേശത്തുള്ള വീടുകളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഓർഡർ ചെയ്ത സമയത്ത് പോലീസും അവിടുത്തെ ജനങ്ങളും തമ്മിലുണ്ടായ ആ സമരത്തിൻ്റെ ഫലമായിട്ട് കുറേ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് 1976. ഡ്യൂറിങ് എമർജൻസി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പ്രോംപ്റ്റഡ് ബൈ ഹെർ സൺ സഞ്ജയ് launched the demolition of drive to cleanliness Delhi of slums and forced poor residents to leave Delhi and move distant settlements. അതായത് ഡൽഹിയിലെ കുറേ ചേരി പ്രദേശങ്ങളുണ്ട്. ആ ചേരി പ്രദേശങ്ങളിലൊക്കെ ചേരികളിലുള്ള വീടുകളൊക്കെ പൊളിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്ത് പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരയുടെ മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധി എന്ത് ചെയ്യാണ്, ഉത്തരവിടുകയാണ്. ശരിക്കും സഞ്ജയ് ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൽ ഒഫീഷ്യലായിട്ടൊരു റോളും ഇല്ല, ഒരു ഒഫീഷ്യൽ പദവിയിലും ഇരിക്കുന്ന ആളല്ല. പക്ഷേ അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടന്നിരുന്നതിന് ഒരു തെളിവാണ് ഈ ഒരു ടർക്കുമാൻ ഗേറ്റ് ഫയറിംഗ് എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ പുവർ റെസിഡൻസിന് അവരുടെ ആ വീടുകളൊക്കെ പൊളിച്ചു നീക്കിയിട്ട് അവർ ദൂരസ്ഥലങ്ങളിലേക്ക് താമസം മാറാൻ നിർബന്ധിതരായ ഒരവസരമാണ്. ദ റെസിഡൻസ് ഓഫ് ടർക്കുമാൻ ഗേറ്റ് മോസ്റ്റ്ലി മുസ്ലിംസ് refused to move as they would have to commute every day paying heavy bus fares to reach the city to earn their living.
അപ്പോൾ എന്ത് ചെയ്തു, ഈ ടർക്കുമാൻ ഗേറ്റിലെ ആളുകൾ, അതിൽ ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളായിരുന്നു. അവരെന്ത് ചെയ്തു, റിഫ്യൂസ് ചെയ്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. കാരണം അവർ അത് നിരസിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ദൂരസ്ഥലങ്ങളിലേക്ക് പോയാൽ അവരുടെ ഉപജീവന മാർഗത്തിനായി അവർ തൊഴിലെടുക്കുന്ന പട്ടണത്തിലേക്ക്, ഡൽഹി പട്ടണത്തിലേക്ക് വരണമെങ്കിൽ അവർക്കൊരു ഹ്യൂജ് എമൗണ്ട് ബസ് ചാർജ് കൊടുക്കണം. ഇത് താങ്ങാൻ ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവരവിടുന്ന് പോവാൻ എന്ത് ചെയ്തു, വിസമ്മതിച്ചു. അങ്ങനെ they resisted the bulldozing of their houses. On April 18, 1976, the police opened fire on protesters, killing several of them. അങ്ങനെ 1976 ഏപ്രിൽ 18 പോലീസ് വെടിവെപ്പ് ആരംഭിക്കുകയാണ്. കുറേ ആളുകൾ ഈ വെടിവെപ്പിൽ എന്ത് ചെയ്യാണ്, മരണപ്പെട്ടു. The government, which had earlier imposed the censorship orders, the newspapers not to report the മസാക്രെ. അപ്പോൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് ആദ്യം ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ഓർഡർ കൊടുത്തിരുന്നു, ഈ ഒരു കാര്യം എന്ത് ചെയ്തു, ഈ കൂട്ടക്കൊല ഒരിക്കലും റിപ്പോർട്ട് ചെയ്യരുത്. ഓക്കെ. ഇന്ത്യൻ പബ്ലിക് കെയിം ടു നോ അബൌട്ട് ദ കില്ലിങ്സ് ത്രൂ ദ ഫോറിൻ മീഡിയ ലൈക്ക് BBC. ഇന്ത്യയിലെ ജനങ്ങൾ ഈ വാർത്ത അറിയുന്നത് ഫോറിൻ മീഡിയ, പുറമേ നിന്നുള്ള മാധ്യമങ്ങൾ വഴി, അതായത് BBC പോലെയുള്ള പുറമേയുള്ള വിദേശ മാധ്യമങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ആളുകൾ ഈ ഒരു കൂട്ടക്കൊലയെ പറ്റിയിട്ട് അറിയുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഇൻ ദിസ് ഏരിയ വെർ ഫോഴ്സ്ബിളി സ്റ്റെറിലൈസ്ഡ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ സമയത്ത് നടന്ന് നൂറുകണക്കിന് ആളുകൾ അതായത് വന്ധീകരിക്കപ്പെട്ടു ഇവിടെ, അതായത് സ്റ്റെറിലൈസ്ഡ് ചെയ്തു. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കുറയ്ക്കുന്നതിൻ്റെ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി അവരുടെ പ്രകാരമല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവരെന്ത് ചെയ്യണേ, വന്ധീകരിക്കുക, അതായത് സ്റ്റെറിലൈസ് ചെയ്യുക. അതായത് ജനസംഖ്യ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. സം മാനേജർ ടു എസ്കേപ്പ് ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ. ചില ആളുകളൊക്കെ അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ദേ സക്സീഡഡ് ഇൻ മോട്ടിവേറ്റിംഗ് അതേഴ്സ് ടു സെറ്റ് ദംസെൽസ് സ്റ്റെറിലൈസ്ഡ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തു, സ്റ്റെറിലൈസ് ചെയ്യാൻ സമ്മതിക്കാത്ത ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമം നടത്തി. സച്ച് വോളണ്ടിയേഴ്സ് വെർ റിവാർഡഡ് ബൈ എ ഗ്രാൻഡ് ഓഫ് എ ലിറ്റിൽ ടു എ പ്ലോട്ട് ഓഫ് ലാൻഡ്. അങ്ങനെ ഈ മോട്ടിവേറ്റ് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യാനും ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ വളണ്ടിയേഴ്സിന് തുച്ഛം ഭൂമി കൊടുക്കാനുള്ള ഒരു ഓഫറൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായി. ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടന്നു. സം പീപ്പിൾ വിക്ടിമൈസ്ഡ് അതേഴ്സ് ഇൻ ദെയർ ഡിസയർ ഫോർ എ പീസ് ഓഫ് ലാൻഡ്. അപ്പോൾ കുറച്ച് തുണ്ട് ഭൂമി കിട്ടും എന്ന ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ചില ആളുകളൊക്കെ എന്ത് ചെയ്തു, നിർബന്ധിച്ച് സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ടർക്കുമാൻ ഗേറ്റിൽ സംഭവിച്ച കാര്യങ്ങളാണ് 1976. അപ്പം ഇത് എമർജൻസിയുടെ പീരീഡിൽ നടന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇനി വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് എമർജൻസി. എമർജൻസിയുടെ സമയത്ത് എന്തെല്ലാം സംഭവിച്ചു. ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എമർജൻസി ഈസ് എ കണ്ടൻഷ്യസ് ഇഷ്യൂ റൈസിങ് ടു ക്വസ്റ്റ്യൻസ്. ഡിഡ് ദ ഗവൺമെൻറ് മിസ്യൂസ് ഇസ് എമർജൻസി പവർ. 2 ക്വസ്റ്റ്യൻസാണ് എന്താണ് എമർജൻസി ഹാപ്പൻ ചെയ്തപ്പോൾ ചോദ്യങ്ങളായിട്ട് വന്നത്. ഒന്നാമത്തത്, ഗവൺമെൻറ് അതിൻ്റെ എമർജൻസി ചെയ്യാനുള്ള അധികാരത്തെ ദുരുപയോഗം ചെയ്തോ. വേർ ദർ എക്സസ് ആൻഡ് അബ്യൂസ് ഓഫ് അതോറിറ്റി. അതായത് എക്സസസ് എന്ന് പറഞ്ഞ ടേം നേരത്തെ പറഞ്ഞ, അതായത് ഗവൺമെൻറ് ഇതുപോലെ തന്നെ അവരുടെ അധികാരം ഇങ്ങനെ മിസ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ അബ്യൂസ് ദുരുപയോഗപ്പെടുത്തിയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എമർജൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത് നോ എന്നാണ് ആൻസർ ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്ത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഇതിന് വിരുദ്ധമായിട്ടുള്ള മറുപടിയാണ് ഉണ്ടാവുക. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈ നോ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ ദിസ് ദ ഗവൺമെൻറ് ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് 20 point പ്രോഗ്രാം. അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഗ്രാമാണ് 20 ദിന പരിപാടി, 20 point പ്രോഗ്രാം.
അതിലുൾപ്പെടുന്ന കാര്യങ്ങളാണ് ലാൻഡ് റീഫോംസ്, ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, അഗ്രികൾച്ചറൽ വേജ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ഇറഡിക്കേഷൻ ഓഫ് ബോണ്ടഡ് ലേബർ വേർ ദ ഫോർമോസ്റ്റ് ഐറ്റംസ് ഇൻ ദ 20-point പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ആ സമയത്ത് എന്ത് ചെയ്താണ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ഓഫ് എമർജൻസി ദ അർബൻ മിഡിൽ ക്ലാസ് ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പം മിഡിൽ ക്ലാസ് പീപ്പിൾ അർബൻ ഏരിയയിൽ, നഗരത്തിലൊക്കെ താമസിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലീസ് വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഗവൺമെൻറ് ഈ പരിപാടികൾ ഒക്കെ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ നേട്ടങ്ങളുണ്ടായി. ആ സഗിറ്റേഷൻ കെയിം ടു സഡൻ സ്റ്റോപ്പ്. അങ്ങനെ സമരത്തിന് ആ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ചെറിയൊരു കുറവ് വന്ന സമയത്ത് ദ റൂറൽ പീപ്പിൾ ഈഗർലി വെയിറ്റഡ് ഫോർ ദ പ്രോമിസ്ഡ് പുവർ പ്രോഗ്രാം. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള ആളുകളും ഇങ്ങനെ വളരെയധികം ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്ന അവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ഈ 20-point പ്രോഗ്രാമിൻ്റെ. But almost nothing happened. The promises were meant to divert the attention of the people from excess taking place. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. അതിൻ്റെ ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും ഉണ്ടാക്കാതെ പോവുകയാണ് ചെയ്തത്. റൂറൽ പീപ്പിളിന് അത് കിട്ടാതെ പോകും. അങ്ങനെ അക്കോർഡിംഗ് ടു ദ ഷാ കമ്മീഷൻ നിയർലി 1,11,000 people were arrested under preventive laws. അപ്പോൾ ഷാ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,11,000 പീപ്പിൾ എന്ത് ചെയ്യും എമർജൻസിൻ്റെ സമയത്ത് കരുതലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കരുതൽ തടങ്കിലൊക്കെ വെച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രസ് സെൻസർഷിപ്പ് വാസ് ഇമ്പോസ്ഡ്. ദ ഡൽഹി, അപ്പോൾ പ്രസ്സുകൾക്കും അതുപോലെ തന്നെ അവർക്ക് പബ്ലിഷ് ചെയ്യാനുള്ള അവകാശമൊന്നും കൊടുക്കില്ല, അവരും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. The Delhi Power Supply Corporation chairman got verbal orders to stop power supply to all newspaper presses at 2 AM on 26th June 1975. അതായത് ഡൽഹിയിൽ പവർ സപ്ലൈ കൊടുക്കുന്ന അതിൻ്റെ കോർപ്പറേഷൻ്റെ ചെയർമാൻക്ക് ഒരു ഓർഡർ കിട്ടി. എന്തിന്? ന്യൂസ് പേപ്പർ ഓഫീസിലേക്കുള്ള ഇതുണ്ടല്ലോ പവർ സപ്ലൈ, കറണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ. എങ്ങനെ? അറ്റ് 2 AM on 26th June 1975. അങ്ങനെ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് അതായത് പ്രസ്സിലേക്കുള്ളതൊക്കെ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യുക, നിർത്തി വെക്കാൻ, അവിടെയൊക്കെ കറണ്ട് സപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇലക്ട്രിസിറ്റി വാസ് റീസ്റ്റോർഡ് ഓൺ 2 or 3 days later. അങ്ങനെ പിന്നെ അവിടേക്ക് വൈദ്യുതി സപ്ലൈ കൊടുത്തത് എന്നാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം കറണ്ട് ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. അപ്പോൾ ഇത്തരം ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഷാ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. There was a misuse of government power by people who enjoyed no official position. അതായത് ഗവൺമെൻറ്റിൽ ഒരു ഒഫീഷ്യൽ പൊസിഷനിലും ഇരിക്കാത്ത ആളുകൾ വരെ ഗവൺമെൻറ്റിൻ്റെ പവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സഞ്ജയ് ഗാന്ധി. ദ പ്രൈം മിനിസ്റ്റേഴ്സ് സൺ ഹെൽഡ് നോ ഒഫീഷ്യൽ പൊസിഷൻ ഇൻ ദ കൺട്രി യെറ്റ് ഹി വാസ് ഗിവിംഗ് ഓർഡേഴ്സ് ആൻഡ് interfering in the functioning of the government. The role he played in demolishing the slums and how he arranged for the sterilization in Delhi became very controversial. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിയാണ് ശരിക്കും ഈ ഡൽഹിയിലെ സ്ലം ഏരിയാസ് പൊളിച്ചു മാറ്റുന്നതിനും അതുപോലെ തന്നെ ഡൽഹിയിൽ സ്റ്റെറിലൈസേഷൻ ആ പ്രോഗ്രാമൊക്കെ എന്ത് ചെയ്യുന്ന അവതരിപ്പിക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജയ് ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൽ ഒരു ഒഫീഷ്യൽ റോളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കസ്റ്റോഡിയൽ ഡെത്ത് ഓഫ് രാജൻ. അതായത് ഈ എമർജൻസിയുടെ സമയത്ത് പല കസ്റ്റഡി മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കസ്റ്റോഡിയൽ ഡെത്ത് ഓഫ് രാജൻ കേസ്. കേരളവുമായിട്ട് ബന്ധപ്പെട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലർ. ഓൺ 1st March 1976, Rajan, a final year student of the Calicut Engineering College, was taken away from the hostel along with another student, Joseph Charlie. അപ്പം കാലിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു രാജനും അവരുടെ സുഹൃത്തായി ജോസഫ് ചാലിയും കോളേജിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. രാജൻസ് ഫാദർ TV ഈച്ചവാര്യ വാര്യർ മെയ്ഡ് എ ഫാൻറ്റിക് അറ്റംപ്റ്റ് ടു ട്രേസ് ഹിസ് സൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് ഈച്ചവാര്യർ. അദ്ദേഹം തൻ്റെ മകനെ കണ്ടെത്താൻ പല ശ്രമങ്ങളൊക്കെ നടത്തി. ബട്ട് ഇറ്റ് വാസ്
It was of no avail. He also approached the Home Minister ശ്രീ കെ കരുണാകരൻ. അങ്ങനെ അദ്ദേഹം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കേരളത്തിലെ കരുണാകരനെ സമീപിച്ചു. When the emergency was lifted, a warrior filed a habeas corpus petition with the High Court. അപ്പോൾ എമർജൻസിയുടെ ആ സമയത്ത് എന്ത് ചെയ്തു, ഹൈക്കോടതിയിൽ ഈച്ച വാര്യർ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുകയാണ് മകൻ്റെ ഈ ഒരു തീരാരോധനവുമായി ബന്ധപ്പെട്ട്. From the evidence gathered from the witness in the court, it was found that Rajan was taken away from the hostel to the tourist bungalow in Calicut, where the police tortured him. അപ്പം രാജനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കൊണ്ടുപോയി കോഴിക്കോട് ടൂറിസ്റ്റ് ബംഗ്ലാവിൽ പാർപ്പിക്കുകയും അവിടെ നിന്ന് പോലീസ് മർദ്ദനത്തിന് അദ്ദേഹം ഇരയായി എന്നുള്ള ഒരു കണ്ടെത്തൽ കോടതി കണ്ടെത്തുകയാണ്. The Kerala government told the High Court that the Rajan had died in unlawful police custody as a result of continuous police torture. അങ്ങനെ അപ്പോൾ ആദ്യം കേരള ഗവൺമെൻറ് ആദ്യം പറഞ്ഞിരുന്നത് രാജൻ്റെ തീരാരോധനവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് കോടതിയിൽ പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചിട്ടുണ്ട്, രാജൻ മരിച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞു. The division bench held that the Sri Karunagan, then the chief minister, had lied to the court. അപ്പം അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന കരുണാകരൻ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് രാജൻ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ. അപ്പം എന്ത് ചെയ്തു, കോടതിയെ അല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കരുണാകരൻ ആദ്യം ശ്രമങ്ങളൊക്കെ നടത്തി, കോടതിയിൽ കള്ളം പറഞ്ഞു എന്നൊരു കാരണമൊക്കെ പറഞ്ഞിട്ട് കരുണാകരൻ ഹാഡ് ടു റിസൈൻ. കരുണാകരൻ ചീഫ് മിനിസ്റ്റർ പദവിയിൽ നിന്ന്, അതായത് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ചു. അതിലേക്ക് നയിച്ചതാണ് രാജൻ്റെ കസ്റ്റോഡിയൽ മരണം. അപ്പോൾ 2006 അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രൊഫസർ ഈച്ച വാര്യർ, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഈച്ച വാര്യർ. അങ്ങനെ അദ്ദേഹം 2006 മരണപ്പെട്ടൊക്കെ ചെയ്തു. അപ്പം ഈ രാജൻ കേസ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററായി. പിന്നെ ആ സമയത്ത് തന്നെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കരുണാകരന് രാജിവെക്കേണ്ടി വന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.